Hi and welcome to Purple Stories. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് സ്ഥിരം കാണുന്നതാണ് ഈ ക്രിസ്പി പൊട്ടറ്റോ ബോൾസ് എന്ന് പറയുന്ന റെസിപ്പി. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുക്കറിൽ ഒരു 4-5 വിസിൽ കേൾപ്പിച്ചതേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ച ഉരുളൻകിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചേർക്കേണ്ടുള്ള ആവശ്യത്തിന് ഉപ്പാണ്. ഇനി നമുക്കിത് ചേർക്കാനുള്ളത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് എരിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അതായത് നമുക്ക് ചപ്പാത്തിയെല്ലാം നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ഓരോ ഉരുളകളും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒന്നൊരു റോൾ ചെയ്തിടുക, അന്നേരം അടിയിൽ പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ബോൾസ് അല്ലെങ്കിൽ പൊട്ടറ്റോ ബോംസ് എന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട്. സത്യത്തിൽ ഇത്രയും സിമ്പിളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.